ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബീഹാറിൽ നിന്ന് നാട്ടിനെയും നാട്ടാരെയും ഈ കേൾക്കുന്ന നിങ്ങളെയും പോലും ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി സാധിച്ചു. 12 വയസ്സുള്ള ഒരു പൊന്നു മോനെ ഒരു നാരങ്ങ മോഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു കുറ്റം ചാർത്തി 12 പേർ ചേർന്നുകൊണ്ട് തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. അത്തരത്തിൽപ്പെട്ട വാർത്തകൾ നമുക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് ഒരുപാട് കേൾക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ചൊവ്വാഴ്ച നടന്ന ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. വളരെ സങ്കടം. ഒരു വീടിൻ്റെയും അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെയും അത്താണിയായിരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് 12 പേർ ചേർന്നുകൊണ്ട് അകാരണമായിട്ട് യാതൊരു തെറ്റും ചെയ്യാത്ത ആ പൊന്നുമോനെ ഈ ഒരു ചെറിയ കുറ്റം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം അയച്ചു വിട്ട് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. ബീഹാറിലെ നളന്ദയിലെ ശഗ്രവൻ ഗ്രാമത്തിലാണ് ഇത്തരത്തിൽപ്പെട്ട അതിദാരുണമായ ഒരു സംഭവം നടന്നത്. ആ 12 വയസ്സുള്ള മകൻ്റെ പേര് ശുഭം കുമാർ എന്ന് പറയുന്ന 12 വയസ്സ് മാത്രം പ്രായമുള്ള 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നു മോനെയാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഒരു നാട്ടിലെ 12 പേർ ചേർന്നുകൊണ്ട് അകാരണമായിട്ട് തല്ലിക്കൊന്നത് എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തല താണു പോവുകയാണ്. അത്തരത്തിൽപ്പെട്ട ഒരു കാര്യം നടക്കുന്നതും നമ്മുടെ ഈ നാട്ടിലാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങളും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഈ ശുഭംകുമാർ എന്ന് പറയുന്ന 12 വയസ്സുള്ള കുട്ടി ആ വീടിൻ്റെ താഴെയുള്ള ഒരു കളിക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അവരും അവരുടെ കൂട്ടുകാരും ചേർന്ന് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അപ്പുറമുള്ള ഒരു നാരങ്ങ മരത്തിൽ നിന്ന് ഒരു നാരങ്ങ വീഴുന്നത് കണ്ടിട്ട് ആ ശുഭംകുമാർ പോയിട്ട് ആ നാരങ്ങ എടുത്ത് കഴിക്കുകയാണ്. അല്ലാതെ ആ മരത്തിൻ്റെ മുകളിൽ നിന്നും നാരങ്ങ പറിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽപ്പെട്ട ഒരു തെറ്റുപോലും ആ പൊന്നുമോൻ ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും എൻ്റെ മരത്തിൻ്റെ നാരങ്ങ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 12 പേരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടാണ് ഈ മകനെ തല്ലിക്കൊല്ലുന്നത്. 12 വയസ്സ് മാത്രം പ്രായമുള്ള മകനെ കൊല്ലാൻ വേണ്ടിയിട്ട് 12 പേരാണ് വരുന്നത്. നിങ്ങൾ നോക്കണം, ഒരു ഗ്രാമത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പക്ഷേ നമ്മുടെ നിയമ സംവിധാനങ്ങൾ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. പക്ഷേ ദൃക്സാക്ഷികൾ പറയുന്നു ആ കുട്ടി നാരങ്ങ പൊട്ടിച്ചിട്ടില്ല, നിലത്ത് വീണത് എടുത്ത് തിന്നുന്നത് കണ്ണോടുകൂടി കണ്ട ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ വാക്കിലേക്ക്. लेमू क्या था? लेमू नहीं बिकता है बाजार में, काजी लेमू। वही लेमू बच्चा तोड़ने कौची खाए खेल रहा था, गोली वहाँ से वो लेमू गिरा था, बच्चा उठा लिया। उठाने के बाद उसको चाहिए सर कि हम बच्चा किसको जुर्माना लेता, लेमू तोड़ लिया था। तो आप लेमू का बच्चा को मारा, 2 हथों लाठी बच्चा को मार दिया सर। जानकारी यही मिला, ये खेलते खेलते कोई लड़का था, लड़का हुआ था, मद उकड़ के निकल चला जी अंदर। समझिए जमान आदमी उसको बच्चा जो मर्डर हुआ है, जिसको मर्डर हुआ उसको जब घिसिया के लेके अंदर में जाके 3-4 को मार के यहाँ पे फेंक दिया। काहे लगी? यही थोड़ा सा लेमू है, वही गिरल था, वही चुन रहा था। उसी के कारण में गांव में रोड़बाजी भी हुआ था। हाँ, रोड़बाजी हुआ, दरोगा चलवाया जानबूझ का। अंदर से मिला हुआ है, यहाँ से मिला हुआ है। വളരെ വ്യക്തമായിട്ട് അവർ പറയുകയാണ് ആ കുട്ടി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും ഈ വൃത്തികെട്ടവൻ 10-12 പേരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആ കൊച്ചുമകനെ എല്ലാവരും കൂർന്ന് തല്ലിക്കൊന്ന് തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരു കർമ്മത്തിലേക്കാണ് അവർ നീങ്ങിയത് എന്നുള്ളതാണ്. ആ നാട്ടിനെ എല്ലാവരെയും അത് പ്രകോപിപ്പിച്ചു. ഒരു ഗ്രാമം മുഴുവൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒന്നിച്ചിരുന്നു. നമ്മൾക്ക് ഒത്തുചേരണം, തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കണമെന്ന് അവർ തീരുമാനമെടുക്കുന്നു. അങ്ങനെ ആ നാട്ടുകാരുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം തീർച്ചയായിട്ടും അവർ ആ കുട്ടിയുടെ ശവശരീരം എടുത്തുകൊണ്ട് പ്രതിഷേധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ബീഹാർ പോലീസിന് നടപടിയെടുക്കേണ്ടതായിട്ട് വന്നു. തീർച്ചയായിട്ടും 100 അംഗ സംഘം അടങ്ങുന്ന പോലീസ് സന്നാഹം തീർച്ചയായിട്ടും സംഭവ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ ബലമുപയോഗിച്ച് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നിട്ടും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ആളെ അടക്കം 12 പേരെ പോലീസിന് അവസാനമായിട്ട് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പാർപ്പിക്കേണ്ടതായിട്ട് വരികയാണ്. ആത്യന്തികമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സംഭവത്തിൽ പ്രതികളായ 12 പേരെ
സംഭവ സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്ത് പോയതിന് ശേഷമാണ് നാട്ടുകാർ പിരിയാൻ വേണ്ടി തീരുമാനിച്ചത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോരാടണം. അവസാന ശ്വാസം വരെ നമ്മൾ പോരാടി കഴിഞ്ഞാൽ വിജയം നമ്മുടെ ഒപ്പം തന്നെ ആയിരിക്കുമെന്ന് ആ ചെറിയ ഗ്രാമത്തിൻ്റെ ഒരു ഐക്യം നമ്മളെ കൂടി കാണിച്ചു തന്നിരിക്കുകയാണ്. ശുഭംകുമാർ എന്ന് പറയുന്ന 12 വയസ്സുകാരൻ, ഞാൻ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിൻ്റെ ഒരു വീടിൻ്റെ അത്താണിയായിരുന്നു, ഏക മകനായിരുന്നു. ആ മകനെയാണ് അകാരണമായിട്ട് ചെറിയ ഒരു നാരങ്ങ കട്ടു എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഇത്രയും വലിയ ഒരു സംഘം വന്നിട്ട് അടിച്ചു കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ വിശ്വസിക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ഇന്ത്യയിലാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ ഒരു കുടുംബത്തിന് തീർച്ചയായിട്ടും നീതി കിട്ടുക തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് നമ്മളടക്കമുള്ളവർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വാർത്ത തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കാണുക. ഇതൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശ്രദ്ധിക്കണം. കാരണം കേരളം പോലെയല്ല കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ഇത്തരം വാർത്തകൾ കാണുന്ന സമയത്ത് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.